സാം മാത്യു. ക്രൈസ്തവ പീഡനത്തിനായി ഒരുങ്ങുകയായിരുന്നു ഇവാഞ്ചലിസ്റ്റ് ബില്ലി ഗ്രഹാം. ബൈബിൾ നഗരം ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ പിടിച്ചെടുക്കാതിരിക്കാൻ സിറിയൻ ക്രിസ്ത്യാനികൾ രംഗത്ത്. ഇന്തോനേഷ്യയിലെ മത സൗഹാർദ്ദ ബിൽ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി ഇതുവരെ 1000 ക്രിസ്ത്യൻ സഭാമന്ദിരങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു. PCNA 2016 അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് ഡാളസിൽ തുടക്കം. വാർത്തകൾ വിശദമായി. അറിയപ്പെടുന്ന സുവിശേഷ പ്രസംഗകനും ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷന്റെ സ്ഥാപകനുമായ ഇവാഞ്ചലിസ്റ്റ് ബില്ലി ഗ്രഹാം അമേരിക്കൻ ക്രൈസ്തവരോട് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പീഡനത്തിനായി ഒരുങ്ങണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ നവംബർ മാസത്തിൽ പുറത്തിറക്കുന്ന ഡിസിഷൻ മാസികയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ലേഖനത്തിലാണ് ഈ വിവരം താൻ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സഭകൾക്ക് പീഡനവും ദ്രോഹവും അപരിചിതമാണെന്നും രാജ്യവ്യാപകമായി ദാരിദ്ര്യമോ ത്യാഗമോ പങ്കപ്പാടുകളോ അറിവില്ലാത്തവരാണെന്നും മറ്റ് ലോകരാജ്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യതകൾ അമേരിക്കൻ ഐക്യനാടുകൾ സംഭവിച്ചാൽ എപ്രകാരമായിരിക്കുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. മതസ്വാതന്ത്ര്യത്തിന് പീഡ അനുഭവിക്കുന്ന സംഭവങ്ങൾ വളരെ വിരളമായതിനാൽ സമ്മർദ്ദത്തിന് മുന്നിൽ ദൈവനാമത്തെ തിരിച്ചു കളയുന്നവർ അനവധിയായിരിക്കുമെന്നും താൻ ആശങ്ക രേഖപ്പെടുത്തി. എന്നാൽ പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവത്തിലുള്ള ബന്ധവും അവനോട് കൂടെ ദിനവും നടക്കുന്നതിലും ദിനംതോറുമുള്ള തിരുവചന പാരായണത്തിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലും സമയങ്ങൾ ചിലവഴിച്ച് കഴിയുമെന്നും അദ്ദേഹം ഉപദേശിച്ചു. ബൈബിൾ നഗരം ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ പിടിച്ചെടുക്കാതിരിക്കുവാൻ സിറിയൻ ക്രിസ്ത്യാനികൾ രംഗത്ത്. നൂറുകണക്കിന് സിറിയൻ ക്രിസ്ത്യൻ പോരാളികൾ സെദാദ് എന്ന ബൈബിൾ നഗരം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ സംഘടന കീഴ്പ്പെടുത്തിയിരിക്കുന്നതിന് സായുധ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് സിറിയക് ഓർത്തഡോക്സ് ചർച്ച് തലവൻ അറിയിച്ചു. തലസ്ഥാന നഗരമായ ദമസ്കസിന് നേരെ ഐസിസ് നടത്തുന്ന ഉപരോധത്തെ ചെറുക്കാൻ രാജ്യത്തുള്ള ക്രിസ്ത്യാനികൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്. സംഖ്യ പുസ്തകത്തിലും എഹസ്തേൽ പുസ്തകത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന സെദാദ് എന്ന പട്ടണത്തിന് ഏതാണ്ട് 4 മൈൽ അടുത്തുള്ള മെഹീൻ എന്ന പട്ടണം തീവ്രവാദികൾ കൈയേറ്റം ചെയ്തതാണ് റിപ്പോർട്ട്. 2014 തീവ്രവാദ സംഘടനയായ അൽ ഖ്വയ്ദ പങ്കുള്ള അൽ നുസ്ര ഫ്രണ്ട് ഈ പട്ടണം പിടിച്ചടക്കിയെങ്കിലും സിറിയൻ ആർമി ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പ്രദേശം തിരിച്ചു പിടിച്ചിരുന്നു. എന്നാൽ വീണ്ടും ഇത് തങ്ങളുടെ അധീനത്തിൽ കൊണ്ടുവരുവാൻ ഒരാഴ്ചയോടെ പരിശ്രമിക്കുന്ന ഇവരെ ചേർത്ത് നിൽക്കാൻ 500ഓളം വരുന്ന ക്രിസ്ത്യാനികൾ മുൻപന്തിയിലുണ്ടെന്ന് മോർ ഇഗ്നേഷ്യസ് ആഫ്രോ കരീം രണ്ടാമൻ വ്യക്തമാക്കി. 2016 ജൂൺ 30 മുതൽ ജൂലൈ 3 വരെ ഡാളസിലെ ആഡിസൺ പട്ടണത്തിൽ വെച്ച് നടക്കുന്ന 34ാമത് പെന്തക്കോസ്ത് സമ്മേളനത്തിന്റെ അനുഗ്രഹത്തിനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആദ്യ സമ്മേളനം ഒക്ടോബർ 25-ന് നടന്നു. ഡാളസ് ഹെബ്രോൻ പെന്തക്കോസ്ത് ഫെലോഷിപ്പ് ആരാധനാലയത്തിൽ കൂടി വന്ന പ്രാർത്ഥനയിൽ പട്ടണത്തിൽ നിന്നുള്ള വിവിധ വിശ്വാസികൾ പങ്കെടുത്തു. ലോക്കൽ പ്രേയർ കോർഡിനേറ്റർ റവറൻഡ് KV തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ലോക്കൽ കൺവീനർ റവറൻഡ് KC ജോൺ ഉദ്ഘാടന പ്രസംഗം നടത്തി. വിശ്വാസികളെ നാം പരസ്പരം വിഷയങ്ങളെ ഏറ്റെടുത്ത് ജാഗരിച്ചാൽ അത് ദൈവ അനുഗ്രഹത്തിന് വഴിതെളിക്കുമെന്ന് അദ്ദേഹം പ്രബോധിപ്പിച്ചു. തുടർന്ന് നടന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് റവറൻഡ് തോമസ് മുല്ലയ്ക്കൽ നേതൃത്വം നൽകി. നാഷണൽ കൺവീനർ റവറൻഡ് ഷാജി കെ ഡാനിയൽ കോൺഫറൻസിന്റെ ഇതുവരെയുള്ള പുരോഗതിയുടെ സംക്ഷിപ്ത റിപ്പോർട്ട് സദസ്സിനെ അറിയിച്ചു. കോൺഫറൻസ് നടക്കുന്ന ജൂൺ വരെയുള്ള തുടർ മാസങ്ങളിൽ എല്ലാ 4ാം ഞായറാഴ്ചകളിൽ പട്ടണങ്ങളിലെ വിവിധ സഭകളെ കേന്ദ്രീകരിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതുകൂടാതെ ദേശീയ തലത്തിൽ എല്ലാ തിങ്കളാഴ്ചയും പ്രവർത്തിക്കുന്ന പ്രയർ ലൈനിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഭാരവാഹികൾ സംസാരിച്ചു. കർത്താവ് തന്നെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകണം. എന്നിട്ട് ലോകത്തെ മുഴുവനും തന്റെ ദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് ലോകത്തിലുള്ളതായിരിക്കുന്ന സകലത്തെയും തന്റെ മുമ്പിൽ താൻ അവിടെ വെച്ചിട്ട് പറയുകയാണ്, ഈ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ പൊതുവായ ഒരു ആഗോള വ്യാപകമായ നിലയിലുള്ള ഒരു പ്രാർത്ഥനാ വിഷയം അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. കർത്താവ് തന്നെ തന്റെ മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ തന്റെ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ, അവിടെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തന്നെ ദൈവസന്നിധിയിൽ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ തൊടാതെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് അതിനുശേഷം പറയുന്നു, ഇവർ മുഖാന്തരം രക്ഷിക്കപ്പെടുവാനുള്ള മുഴുവൻ ലോകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കോൺഫറൻസിന്റെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം, ക്രൈസ്റ്റ് അവർ കോർണർ സ്റ്റോൺ, ക്രിസ്തു നമ്മുടെ മൂലക്കല്ല്. വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ ഏത് ടോപ്പിക്ക് തിരഞ്ഞെടുക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അനേക ടോപ്പിക്കുകൾ
ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നു, വളരെ ഷെയർ ചെയ്തു. പക്ഷേ അവസാനം 2 ടോപ്പിക്സ് ദൈവാത്മാവ് പറഞ്ഞു ഈ 2-ൽ 1 തിരഞ്ഞെടുക്കുവാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഈ തീം തിരഞ്ഞെടുത്തു. അതിൻ്റെ അർത്ഥം ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യം, ഇഫ് ഐ ബി ലിഫ്റ്റഡ് അപ്പ് ഐ വിൽ ഡ്രോ ഓൾ മെൻ അൺടു മീ. അത് യേശുവിനെ നാം ഉയർത്തിയാൽ എല്ലാവരും യേശുവിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ ആ ഒരു വാക്യം എന്നെ സ്പർശിച്ചു. കർത്താവിന് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു നാമം ഉയരുവാനോ മറ്റൊരു നാമം ഉയർത്തുവാനോ അല്ല, യേശുവിനെ ഉയർത്തുന്ന ഒരു കോൺഫറൻസ് ആയി തീർന്നാൽ എല്ലാവരും ഇതോട് ആകർഷിക്കപ്പെടും. അപ്പോൾ അതടിസ്ഥാനമായിട്ട് ക്രിസ്തു നമ്മുടെ കോർണർ സ്റ്റോൺ, മൂലക്കല്ല്. അപ്പോൾ ആ വിഷയം ആധാരമാക്കി നമുക്കിതിനെ പലതായിട്ട് തിരിക്കാം. അവർ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, എന്താണ് നമ്മുടെ ഫ്രീഡം, യേശുവിലുള്ള എൻ്റെ സ്വാതന്ത്ര്യം എന്താണ്. മറ്റൊരു ടോപ്പിക്ക് നമുക്ക് എടുക്കാം, അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള നമ്മുടെ പൊസിഷൻ എന്താണ്. അവസാനമായി അവർ പവർ ഇൻ ക്രൈസ്റ്റ്, അതായത് നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ ശക്തി എന്താണ്. അപ്പോൾ വരുന്നവർക്ക് എനിക്ക് എന്താണ് ഈ കോൺഫറൻസ് നിന്ന് പ്രാപിക്കാനുള്ളത്, ക്രിസ്തുവിൽ എൻ്റെ പൊസിഷൻ എനിക്കൊന്ന് അറിയണം, എൻ്റെ പവർ, എൻ്റെ ശക്തി, ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ. അപ്പോൾ ആ കോൺഫറൻസ് നമ്മുടെ തീം വളരെ അർത്ഥവത്തായ ഒരു തീമാണ് കർത്താവ് തന്നത്. ഈ തീം നമുക്ക് വളർത്തിയെടുത്ത് ഇതൊരു യേശുവിനെ ഉയർത്തുന്ന ഒരു കോൺഫറൻസ് ആയി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് പത്തനംതിട്ട സെൻട്രൽ കൺവെൻഷൻ ജനുവരി 14 മുതൽ 17 വരെ ചിറ്റാർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നതാണ്. പാസ്റ്റർമാരായ VJ തോമസ്, പ്രിൻസ് തോമസ്, KJ തോമസ്, TD ബാബു എന്നിവർ മുഖ്യ പ്രസംഗകരായിരിക്കും. വെണ്ണിക്കുളം സയോൺ സിംഗേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഗാന ശുശ്രൂഷയും ഉണ്ടായിരിക്കും. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ജനറൽ കൺവെൻഷൻ ഡിസംബർ 1 മുതൽ 6 വരെ തിരുവല്ല ഷാരോൺ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. സഭാ പ്രസിഡന്റ് പാസ്റ്റർ ജോൺ തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കുരിശിന്റെ ശക്തിയും സന്ദേശവും എന്നതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. പാസ്റ്റർ സെമിനാർ, മിഷൻ സമ്മേളനം, തിരുവചന പഠന ക്ലാസുകൾ, ധ്യാനയോഗം, പുത്രികാ സംഘങ്ങളുടെ വാർഷിക സമ്മേളനം എന്നിവ കൺവെൻഷനോടനുബന്ധിച്ച് നടക്കും. ഞായറാഴ്ച നടക്കുന്ന സംയുക്ത ആരാധനയോടെ കൺവെൻഷന് തിരശ്ശീല വീഴും. കൺവെൻഷന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. കൺവെൻഷൻ ദൃശ്യങ്ങൾ തൂലിക TV തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ്. IPC കുവൈറ്റ് റീജിയൻ ഭാരവാഹികളായി പാസ്റ്റർ PU ബെനി പ്രസിഡന്റ്, പാസ്റ്റർ BP ഫിലിപ്പ് വൈസ് പ്രസിഡന്റ്, പാസ്റ്റർ സാം പാനച്ചേൽ സെക്രട്ടറി, പാസ്റ്റർ ജയരാജ് M, ജോസ് കെ വർഗീസ് ജോയിന്റ് സെക്രട്ടറിമാർ, റെജിറ്റി സക്കറിയ എന്നിവരെ തിരഞ്ഞെടുത്തു. ടെക്സസിലെ വിവിധയിടങ്ങളിൽ അതിശക്തമായി പെയ്ത മഴ മൂലം ഒക്ടോബർ 23 വൈകിട്ട് സ്റ്റേറ്റ് ഹൈവേ 21 സമീപം പേജിൽ നടന്ന വാഹനാപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് മരണമടഞ്ഞ മീര തോമസിന് വീട്ടുകാരും കൂട്ടുകാരും കണ്ണുനീരോടെ വിടച്ചൊല്ലി. ടെക്സസ് A&M യൂണിവേഴ്സിറ്റി ഫാർമസി സ്കൂളിൽ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന മീര അപകട ദിനം തന്റെ ഏക സഹോദരിയുടെ പിറന്നാൾ ആഘോഷത്തിന് കോളേജിൽ നിന്ന് ഭവനത്തിലേക്ക് വന്ന വഴിമധ്യയാണ് ദാരുണ അന്ത്യം സംഭവിച്ചത്. ഡാളസ് കരോട്ടൻ പട്ടണത്തിൽ താമസിക്കുന്ന തിരുവല്ല വളഞ്ഞവട്ടം പുത്തൻപുരയ്ക്കൽ സ്റ്റീഫൻ തോമസിന്റെയും റോസ്മ തോമസിന്റെയും മകളായിരുന്നു മരണമടഞ്ഞ മീര. ഭൗതിക ശരീരം ഒക്ടോബർ 30 വെള്ളി വൈകിട്ട് 6 മണിക്ക് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സഭാമന്ദിരത്തിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ ഒരു നോക്ക് കാണുന്നതിന് സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവർ തകർത്തു പെയ്ത മഴയെ ഗണ്യമാക്കാതെ തടിച്ചുകൂടിയിരുന്നു. സംസ്കാര ശുശ്രൂഷ ഒക്ടോബർ 31 സഭാമന്ദിരത്തിൽ ആരംഭിച്ച് തുടർന്ന് ഫർണക്സ് സെമിത്തേരിയിൽ നടന്നു. താൻ ജനിച്ചു വളർന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന മീര തന്നെ പരിചയപ്പെട്ടവരോടെല്ലാം സുസ്മരവാദിനിയായി സഹായ മനസ്ഥിതിയുള്ള ഒരു യുവ സ്നേഹിതയായിരുന്നുവെന്ന് തന്റെ സുഹൃത്തുക്കൾ തൂലിക TVയോട് പറഞ്ഞു. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിന്റെ 10ാം വാർഷിക സമ്മേളനം നവംബർ 4 മുതൽ 8 വരെ ബിലാസ്പൂർ ത്രിവേണി ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ ജിജി പോൾ ഉദ്ഘാടനം ചെയ്ത ഈ സമ്മേളനത്തിൽ പാസ്റ്റർമാരായ സാം ജോർജ്, ലാജി പോൾ, ജോയ് എബ്രഹാം, MJ ഡേവിഡ് എന്നിവർ വചനം പ്രസംഗിച്ചു. സിസ്റ്റർ പെർസിസ് ജോൺ ന്യൂഡൽഹി ആരാധനയ്ക്ക് നേതൃത്വം നൽകി. അഞ്ചേരി കുടുംബത്തിൽ പാണൂർ മഠത്തിൽ പറമ്പിൽ വീട്ടിൽ പരേതനായ M തോമസിന്റെ സഹധർമ്മിണി മറിയമ്മ തോമസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പരേതയ്ക്ക് 101 വയസ്സായിരുന്നു. ശവസംസ്കാര ശുശ്രൂഷ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് സ്വഭവനത്തിൽ ആരംഭിക്കുകയും തുടർന്ന് അഞ്ചേരി ഇന്ത്യ പെന്തക്കോസ്ത് കർമ്മേൽ സഭയുടെ നേതൃത്വത്തിൽ നടക്കും. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും തൂലിക TVയുടെ അനുശോചനം അറിയിക്കുന്നു. ശവസംസ്കാര ശുശ്രൂഷയുടെ തത്സമയ സംപ്രേഷണം തൂലിക TVയിൽ ദർശിക്കാവുന്നതാണ്. IPC കുമ്പനാട് മേഖലാ കൺവെൻഷൻ നവംബർ 17 മുതൽ 20 വരെ കോഴഞ്ചേരി IPC പെനിയൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. റവറൻഡ് വാത്സൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർമാരായ TA ചെറിയാൻ, ഷിബു നെടുവേൽ, വർഗീസ് എബ്രഹാം, ബാബു ചെറിയാൻ, വിൽസൺ ജോസഫ്, PC ചെറിയാൻ എന്നിവർ പ്രസംഗിക്കും. ലിവിംഗ് മ്യൂസിക് റാന്നി ഗാനങ്ങൾ ആലപിക്കും. തുടർന്നുള്ള വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. Quality education at affordable fee. Bethel Medical Mission Group, Bangalore.
Nursing, Physiotherapy, MIT, CT and MRI Scanning, BSc Operation Theatre Technology, BSc Optometry, BSc Perfusion Technology, MBA in Hospital Administration, +1 and +2. For admission, please contact Bethel Medical Mission Group, Bangalore. പത്മോസ് മിനിസ്ട്രീസ് ഇന്ത്യയുടെയും IPC മുത്തൂർ സംയുക്ത കൺവെൻഷൻ പ്രാർത്ഥനാ സമ്മേളനവും നവംബർ 13 മുതൽ 15 വരെ തിരുവല്ല മുത്തൂർ IPC ഹാളിൽ വെച്ച് നടന്നു. റവറൻ റോയി കുബക്കാല ഉദ്ഘാടനം നിർവഹിച്ച സമ്മേളനത്തിൽ പാസ്റ്റർമാരായ സാം ജോസഫ് കുബരകം, റവറൻ ഡോക്ടർ MS സാമുവൽ എന്നിവർ വചനഘോഷണം നടത്തി. റവറൻ CP മൊറായ്, റവറൻ A സോളമൻ എന്നിവർ നേതൃത്വം നൽകി. ഭാരത സുവിശേഷീകരണത്തിന്റെ ഭാഗമായി ടച്ച് ഏഷ്യ മിനിസ്ട്രീസ് സംഘടിപ്പിച്ച സുവിശേഷീകരണ യാത്ര അനുഗ്രഹീതമായി തുടരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 50 ദിവസം കൊണ്ട് 50 ഡിസ്ട്രിക്റ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന സുവിശേഷ യാത്ര ഒക്ടോബർ 10 കോട്ടയത്ത് നിന്നാണ് തുടങ്ങിയത്. ഇതിന്റെ വിശദ വിവരങ്ങളുമായി പാസ്റ്റർ ഡാഡു ചാക്കോ തുല്ലിക ടിവിയോട്. പാസ്റ്റർ ഡാഡു ചാക്കോ, താങ്കളും ടീമും ഉൾപ്പെട്ട ഈ മിഷൻ യാത്രയുടെ ലക്ഷ്യം എന്താണ്? തൂലിക TV വ്യൂവേഴ്സിന് ഭോപ്പാൽ പട്ടണത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനം. കഴിഞ്ഞ 25 ദിവസങ്ങളായി ഇന്ത്യയുടെ വിവിധ ജില്ലകളിലൂടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഭോപ്പാൽ പട്ടണത്തിൽ ഞങ്ങൾക്ക് എത്തുവാൻ ഇടയായിത്തീർന്നു. ഈ യാത്ര ഇത്രത്തോളം എങ്ങനെയുണ്ടായിരുന്നു? ഈ യാത്രയിൽ ദൈവത്തിൻ്റെ കരുതലുകൾ, ദൈവത്തിൻ്റെ നിരവധിയായ അത്ഭുത പ്രവർത്തികൾ ഞങ്ങൾ കാണുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾക്കറിയാം, ലോകത്തെമ്പാടും നിരവധി ദൈവദാസന്മാർ, ദൈവമക്കൾ, സഭകൾ ഞങ്ങളോടൊപ്പം ഇന്ത്യയുടെ വിവിധ ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അനേക ജനത്തെ പാപത്തിൽ നിന്നും സാത്താന്യ പ്രവർത്തികളിൽ നിന്നും ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ആളുകൾ കർത്താവിലേക്ക് വരുന്നത് കാണുവാൻ, പാപത്തിൽ നിന്നും അത് ശക്തിയിൽ നിന്നും വിടുവിക്കപ്പെടുന്നത് കാണുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ലോകത്തെമ്പാടും ഞങ്ങളോടൊപ്പം ഈ 50 ദിവസ പ്രാർത്ഥനയിലായിരിക്കുന്ന, ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. യാത്രയിൽ എന്തെങ്കിലും എതിരുകൾ താങ്കൾക്ക് അനുഭവിക്കേണ്ടി വന്നുവോ? ചില മാസങ്ങൾക്ക് മുമ്പ് ടച്ച് ഏഷ്യ മിനിസ്ട്രീസിൻ്റെ ലീഡേഴ്സിൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നപ്പോൾ ദൈവം നൽകിയ ഒരു ദർശനമായിരുന്നു ഇന്ത്യയുടെ ജില്ലകളിലൂടെ യാത്ര ചെയ്ത് ഇന്ത്യയെ തൊട്ടറിയുവാൻ. ഒരിക്കൽ ദൈവം അബ്രഹാമിനോട് ഇങ്ങനെ പറഞ്ഞു, നീ പുറപ്പെട്ട് ദേശത്ത് നെറുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. ഇതൊരു ഫിസിക്കൽ പ്രോമിസ് ആയിരുന്നുവെങ്കിൽ പോലും ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന ഒരു സ്പിരിച്വൽ പ്രോമിസ് ഉണ്ട്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യങ്ങളെ ചോദിക്കുവാൻ ദൈവം അവകാശം തന്നിരിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ നമുക്ക് രാജ്യങ്ങളെ അവകാശമാക്കാം. വിശ്വാസികളോട് പാസ്റ്റർക്കുള്ള പ്രാർത്ഥനാ വിഷയം എന്താണ്? ലോകത്തെമ്പാടും നിരവധി ദൈവമക്കൾ ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. തൂലിക TV വ്യൂവേഴ്സിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഞങ്ങളോടൊപ്പം തുടർന്നും പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ഭോപ്പാൽ പട്ടണത്തിൽ 42-ലധികം സഭകൾ ചേർന്ന് ഒരു ഉപവാസത്തോടെ പ്രാർത്ഥനയോടും കൂടി ദൈവജനമായിരിക്കുന്നു. വളരെ പീഡകളും പ്രതികൂലങ്ങളുടെ കൂടെയാണ് നമ്മുടെ ഈ ഇന്ത്യയിലെ സഭകൾ കടന്നു പോകുന്നത്. ഈ നാളുകളിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്ത്യ കർത്താവിനെ അറിയുവാനിടയായിത്തീരും. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ വരും ദിവസങ്ങളിൽ MBയുള്ള വിവിധ ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി പാസ്റ്റർ ഡാഡു ചാക്കോ. ഇന്ത്യ പെന്തക്കോസ്ത് സഭ വടക്കേ അമേരിക്കൻ സഭകളിലെ സംയുക്ത സമ്മേളനമായ ഫാമിലി കോൺഫറൻസിന്റെ 14ാമത് സമ്മേളനത്തിന്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് മീറ്റിംഗ് ഡിസംബർ 20 5:30 ഡാളസിൽ വെച്ച് നടക്കുന്നതാണ്. IPC ഹെബ്രോൺ ഡാളസിൽ വെച്ച് നടക്കുന്ന പ്രത്യേക സമ്മേളനത്തിൽ ദേശീയ പ്രാദേശിക ഭാരവാഹികൾ പങ്കെടുക്കും. 2016 ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 1 വരെ സൗത്ത് ഫ്ലോറിഡയിൽ കോറൽ സ്പ്രിംഗ്സിലെ മാരിയറ്റ് ഹോട്ടലാണ് ഫാമിലി കോൺഫറൻസിന് വേദിയാകുന്നത്. കോൺഫറൻസിന്റെ വെബ്സൈറ്റ് നവംബർ 8 ഫ്ലോറിഡയിൽ പ്രകാശനം ചെയ്തു. ടെന്നസി സംസ്ഥാനത്തിലെ ബ്ലഡ്സോ കൗണ്ടി സ്കൂൾ ഡിസ്ട്രിക്ട് പരിധിയിലുള്ള 6 സ്കൂളുകൾ ബൈബിൾ പ്രതികളോ ഏത് മതത്തിന്റെയോ പ്രതികളോ വിതരണം ചെയ്യുന്നത് വിലക്ക് ഏർപ്പെടുത്തി. ഭരണഘടന പ്രകാരം ഇത് അനുവദനീയം അല്ലെന്ന നിലപാടിലാണ് സ്കൂൾ അധികാരികൾ. ക്രിസ്തീയ സമൂഹം ഈ തീരുമാനത്തെ വളരെ കടുത്ത നിലയിലാണ് കൈക്കൊണ്ടത്. തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തീരുമാനമാണെന്നും ക്രിസ്ത്യൻ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഇന്തോനേഷ്യയിലെ മതസൗഹാർദ്ദ ബിൽ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി ഇതുവരെ 1000 ക്രിസ്ത്യൻ സഭാമന്ദിരങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിസ്ത്യാനിറ്റി ടുഡേ എന്ന ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം 2006 ഇന്തോനേഷ്യ പാസാക്കിയ നിയമം അനുസരിച്ച് രാജ്യത്തെ ന്യൂനപക്ഷം തങ്ങളുടേതായ 60 ഒപ്പുകളും തങ്ങളുടേത് അല്ലാത്ത മതസ്ഥരായവരുടെ 90 പേരുടെ ഒപ്പുകളും ഉണ്ടെങ്കിൽ മാത്രമേ ആരാധനാലയങ്ങൾ പണിയുവാൻ കഴിയുകയുള്ളൂ.
ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്തോനേഷ്യയിലെ വിവിധ പ്രവിശ്യകളിൽ അനുമതിയില്ലാതെ പണിയപ്പെട്ടിരിക്കുന്ന 10 ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യമായി പ്രകോപനപരമായ അനവധി സംഭവങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. അധികാരികൾ ഇവരുടെ ആവശ്യം മാനിച്ച് അവ നശിപ്പിക്കാവുന്ന വാക്കുകൾ നൽകിയിരുന്നപ്പോൾ തന്നെ ഒരു പറ്റം സംഘർഷകർ ഒരു ക്രിസ്ത്യ ദേവാലയം അഗ്നിക്ക് ഇരയാക്കി. ഈ പ്രവണതകൾ മതസൗഹാർദ്ദത്തിന് നേരെ വന്ന തോൽവിയാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷകൻ ആൻഡ്രോയിസ് ഹർസാനോ അഭിപ്രായപ്പെട്ടു. ഈ നിയമം ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്കെതിരെ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മതത്തിന് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന് വഴിതെളിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനുഗ്രഹീത ക്രൈസ്തവ ഗായകനായ ബിജു കുമ്മനാട് പങ്കെടുക്കുന്ന പ്രൈസ് നൈറ്റ് നവംബർ 21 ഡാലസ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ വെച്ച് നടക്കുന്നതാണ്. ശനിയാഴ്ച 6:30 നടക്കുന്ന സംഗീത ശുശ്രൂഷയിൽ മലയാളം, ഹിന്ദി, തമിഴ് ഭാഷകളുള്ള ക്രിസ്ത്യൻ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രൂമാക്സ് മീഡിയ, തൂലിക TV എന്നിവയുടെ സംയുക്ത സംരംഭമായിട്ടാണ് ഗാനനിശ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യ പെന്തക്കോസ്ത് സഭ മലബാർ മേഖലാ കൺവെൻഷൻ നവംബർ 25 മുതൽ 29 വരെ നിലമ്പൂർ പാലുണ്ട ന്യൂ ഹോപ്പ് ബൈബിൾ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നതാണ്. മേഖലാ രക്ഷാധികാരി പാസ്റ്റർ വിജയ് ജോർജ് ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ പാസ്റ്റർമാരായ പ്രതാപ് സിംഗ്, വത്സൻ എബ്രഹാം, സാം ജോർജ്, ബേബി വർഗീസ്, ഫിലിപ്പ് പി തോമസ്, വിൽസൺ ജോസഫ്, ജോയ് എബ്രഹാം, PC ചെറിയാൻ എന്നിവർ വിവിധ മീറ്റിംഗുകളിൽ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കും. IPC മലബാർ മേഖലയിലെ സെൻട്രൽ ശുശ്രൂഷമാർ കൺവെൻഷന് നേതൃത്വം നൽകും. മലബാർ കൺവെൻഷൻ ക്വയർ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. പൊതുയോഗം, ഉപവാസ പ്രാർത്ഥന, സഹോദരി സമ്മേളനം, സൺഡേ സ്കൂൾ PYPA വാർഷികം എന്നിവ കൺവെൻഷന്റെ ഭാഗമായി നടക്കും. കൺവെൻഷൻ ദൃശ്യങ്ങൾ തൂലിക TV തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ്. സതേൺ ബാപ്റ്റിസ്റ്റ് സഭയുടെ നേതൃത്വത്തിൽ 1949 ഫീനിക്സിൽ സ്ഥാപിക്കപ്പെട്ട ഗ്രാൻഡ് കാനിയൻ യൂണിവേഴ്സിറ്റി എന്ന സ്വകാര്യ ക്രിസ്ത്യൻ സ്ഥാപനം നിയമപ്രകാരം വിവാഹം കഴിച്ച സ്വവർഗ ദമ്പതികൾക്കായ ജീവനക്കാർക്ക് മറ്റുള്ളവർക്ക് പോലെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ വിവാഹം എന്നത് ഒരു ആണും പെണ്ണും തമ്മിൽ മാത്രമാണെന്ന പരമ്പരാഗതമായ നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നതാണെന്നും ഉറപ്പ് നൽകി. യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കഴിഞ്ഞ ജൂണിൽ പരമോന്നത കോടതി സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകിയ ശേഷം ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ പറ്റി സർവകലാശാല പഠനം നടത്തി വരികയായിരുന്നുവെന്നും എല്ലാവരോടും സ്നേഹത്തോടും കരുണയോടും പ്രവർത്തിക്കുന്നതിനാണ് തീരുമാനത്തിന് പോകുന്നതെന്ന് യൂണിവേഴ്സിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. സുപ്രീം കോടതിയുടെ വിധി വന്നതിനു ശേഷം മിഷിഗൻ സംസ്ഥാനത്തുള്ള ഹോപ്പ് കോളേജ് ഇതേ തീരുമാനം എടുത്തിരുന്നു. മറ്റൊരു ക്രിസ്ത്യൻ സ്കൂളായിരുന്ന നാഷണൽ ബെൽമണ്ട് യൂണിവേഴ്സിറ്റി വർഷങ്ങൾക്ക് മുമ്പേ തീരുമാനം എടുത്തിരുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ 40ാമത് ജനറൽ കൺവെൻഷൻ 2016 ജനുവരി 6 മുതൽ 10 വരെ ചിങ്ങവനം ബെതസ്ത നഗറിൽ വെച്ച് നടക്കും. പാസ്റ്റർ ശേഖർ കല്യാൺപൂർ, ഡോക്ടർ ബെന്നി പ്രസാദ് എന്നിവരാണ് മുഖ്യ പ്രഭാഷകർ. ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ സീനിയേഴ്സ് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. പാസ്റ്റർ സെമിനാർ, വാർഷിക പൊതുയോഗം, ബൈബിൾ ക്ലാസുകൾ, സഹോദരി സമ്മേളനം, സൺഡേ സ്കൂൾ യുവജന സമ്മേളനം, മിഷൻ മീറ്റിംഗ് എന്നിവ കൺവെൻഷന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കുണ്ടറ ഹാഗിയോസ് മിനിസ്ട്രീസ് ഒരുക്കുന്ന പാസ്റ്റേഴ്സ് ഫാമിലി കോൺഫറൻസ് 2015 നവംബർ 18 ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ കുണ്ടറ അറുവരക്കര YMC ഹാളിൽ നടക്കും. കർത്തൃവേലയിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ശുശ്രൂഷന്മാർക്കും കുടുംബത്തിനും വരും നാളുകളിൽ വചനാധിഷ്ഠിതവും പ്രയോജനകരമാകുന്ന വിധത്തിൽ കർത്താവിൻ പ്രസിദ്ധ സുശിഷ്യൻ പാസ്റ്റർ ബാബു ചെറിയൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രൈസ്തവ പീഡനത്തിനായി ഒരുങ്ങുക എന്ന ഇവാഞ്ചലിസ്റ്റ് ബില്ലി ഗ്രഹാം. ബൈബിൾ നഗരം ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ പിടിച്ചെടുക്കാതിരിക്കുവാൻ സിറിയൻ ക്രിസ്ത്യാനികൾ രംഗത്ത്. ഇന്തോനേഷ്യയിലെ മതസൗഹാർദ്ദ ബിൽ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി ഇതുവരെ 1000 ക്രിസ്ത്യൻ സഭാമന്ദിരങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു. PCNAK 2016 അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് ഡാളസിൽ തുടക്കം. ഇതോടെ ഈ ആഴ്ചത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി. This news brought to you by Bethel Medical Mission Group. Thank you for watching Tuliga News.